നമസ്കാരം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതിൽ പരം സന്തോഷകരമായിട്ട് മറ്റെന്താണ് ഉള്ളത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിചാരപ്പെടുകയും നാം ഏതൊക്കെ തരത്തിലുള്ള അടിമത്തത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുകയും നമ്മെ തടവിലാക്കിയിരിക്കുന്ന ചുമരുകളെക്കുറിച്ച് ബോധ്യം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരവും നമ്മൾക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് ആര് നൽകും മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് മറ്റൊരു രീതിയിൽ ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് തുടങ്ങാമെന്നാണ് കരുതുന്നത്. അതല്ലെങ്കിൽ ഹൂ വാണ്ട്സ് ഫ്രീഡം എന്ന് വർഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു തടവുമുറിക്ക് അകത്ത് കിടന്നുകൊണ്ട് ആർക്ക് വേണം സ്വാതന്ത്ര്യത്തെ എന്ന് പ്രണയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ വിധേയത്വത്തിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ട് സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച കാര്യവും ഓർത്തുകൊണ്ടും ഒരുപക്ഷെ നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സംഭാഷണം ആരംഭിക്കാമെന്ന് കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൂരേക്ക് കണ്ണയച്ചുകൊണ്ട് പഴയകാല ചില സിനിമകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ സിനിമകളിലെ ചില അമ്മൂമ്മമാരെ പോലെ കണ്ടുവോ എൻ്റെ ഉണ്ണിയെ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് എവിടെയോ അപ്രത്യക്ഷമായിട്ടുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോട് കൂടിയിട്ട് നാം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കാരണം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു, വരുമോ എന്നറിയില്ല, കാത്തിരിക്കുന്നു, ദൂരേക്ക് കണ്ണയച്ചിരിക്കുന്നു. ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയാണോ എന്നുള്ള വിചാരം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. പൾസ് ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന് ചുറ്റും കൂടിയിരുന്ന് ശരശയ്യക്കരികിലിരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ അകത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഹൃദയസ്പന്ദനം ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന് വിചാരപ്പെട്ടുകൊണ്ടും ഈ സംഭാഷണം ആരംഭിക്കാമെന്ന് കരുതുന്നു. ഇല്ലാതാകുന്നുവോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം? ഈ ഒരു സെമിനാറിൽ മോഡറേറ്ററാകാൻ എനിക്ക് അവസരം തന്നിരിക്കുന്ന COA എന്ന സംഘടനയോടും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാധ്യമപ്രവർത്തന പാരമ്പര്യമുള്ള അതിൻ്റെ സാരഥികളോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. കാൽനൂറ്റാണ്ടിലധികമായിട്ട് ദൃശ്യമാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിലൂടെ ലഭിച്ചിരിക്കുന്ന നിർഭരമായ പ്രകാശവലയത്തിൻ്റെ അകമ്പടിയുള്ള പ്രഗത്ഭരാണ് ഈ സെമിനാറിൽ സംസാരിക്കാൻ ഇരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു സെമിനാർ നടക്കുമ്പോൾ ആ സെമിനാർ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ബ്രോഷർ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. അതിന് ലഭിച്ച കമൻറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം ഇനി എഴുതണോ എന്നതാണ്. അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി നമ്മളും പോയെന്ന് അറിയണ്ടേ എന്നാണ് മറ്റൊരു കമൻറ്റ്. ആത്മഹത്യാപരമായ വിഷയമെന്നാണ് വേറെ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ കമൻറ്റുകൾക്കെല്ലാം ഞാൻ ലൈക്ക് നൽകുകയും ചെയ്തു. കാരണം ആ പ്രതികരണങ്ങൾ ആത്മാർത്ഥമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇല്ലാതാകുന്നുവോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ചോദ്യത്തിനേക്കാളും മുന്നേ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് എന്താണ് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ നിർവചിക്കാൻ കഴിയുക? എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്നതാണ്, ഞങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾ നിത്യവും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നാണ്. അതിപ്പോൾ റിപ്പബ്ലിക് TVയുടെ അർണബ് ഗോസ്വാമി ആകട്ടെ, അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ ചെയ്യുന്നതാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നു. അതിൻ്റെ നേരെ എതിർധ്രുവത്തിലുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ വധഭീഷണി പോലും നേരിട്ടുകൊണ്ടിരിക്കുന്ന NDTVയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാക്സസെ പുരസ്കാര ജേതാവുമായിട്ടുള്ള രവീഷ് കുമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നാണ്. അപ്പോൾ ഏതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ള വലിയ സംശയം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. മനോരമ പറയുന്നു അവരുടേതാണെന്ന്, ടെലഗ്രാഫ് പറയുന്നു അവരുടേതാണെന്ന്, ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു അവരുടേതാണെന്ന്, എക്സ്പ്രസ് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് നിർവചിക്കാനാകാത്തതും ആപേക്ഷികവുമായി തീരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എൻ്റെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റാളുകളെ സംബന്ധിച്ചിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഈ പറയുന്ന ഒരു ആപേക്ഷികത സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് മറ്റ് മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ ജനാധിപത്യവാദി, ഞാനാണ് ഏറ്റവും വലിയ മതേതരവാദി എന്ന് പറയുന്നു. തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ എന്ന് പറയുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് പറയുന്നു. ഇതിൽ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുക? അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിലെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നുവോ എന്നുള്ള ചോദ്യം അതിലുപരി മറ്റ് മേഖലകളിലേക്കും കൂടി കടന്നു ചെല്ലുന്ന ഒരു സന്ദർഭത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന വാക്കിനെ അതിനകത്തുള്ള സ്വാതന്ത്ര്യത്തെ നാം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഒരർത്ഥത്തിൽ അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള, അർത്ഥശൂന്യമായിട്ടുള്ള പദമായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ
ഒരു 2 മാസം മുമ്പ് ഒരു സെമിനാറിൽ സംസാരിച്ചപ്പോൾ ടെലഗ്രാഫിൻ്റെ ആർ രാജഗോപാൽ ആ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നതിലെ സ്വതന്ത്ര എന്ന വാക്ക് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള വാക്കായിട്ട് മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയോ ഉട്ടോപ്പിയോ ഒക്കെ ആണ് എങ്കിൽ തന്നെയും കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഫാക്ച്വൽ ജേർണലിസത്തെ കുറിച്ച് പറയാമെന്നാണ് തോന്നുന്നത്. ഫാക്ച്വൽ ജേർണലിസം, വസ്തുതാപരമായിട്ടുള്ള ജേർണലിസം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വാക്ക് നമ്മൾക്കൊന്നും സമീപിക്കാൻ കഴിയാത്ത ഒരു വാക്കും പ്രവൃത്തിയുടെ മേഖലയും ഒക്കെയാണ് എങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരു പദമാണ് വസ്തുതാപരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം, ഫാക്ച്വൽ ജേർണലിസം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും പ്രശ്നം വരുന്നു. എന്താണ് ഫാക്ട് എന്നുള്ളതാണ്. ഏതാണ് ഫാക്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ളൊരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വസ്തുത എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം കുറച്ച് കഴിഞ്ഞ് മറ്റൊരു അന്വേഷണമോ ഇൻവെസ്റ്റിഗേഷനോ വന്നു കഴിയുമ്പോൾ ഇന്ന് കണ്ട വസ്തുതയല്ല നാളത്തെ വസ്തുത എന്നും വരുന്നു. അപ്പോൾ വസ്തുതാന്വേഷണപരമായിട്ടുള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി ലഘൂകരിച്ചുകൊണ്ട് ഇതാണ് എന്ന് പറയാമെന്ന് വെച്ചാലും അവിടെയും പ്രശ്നമേഖലയായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു പ്രശ്നം. ഇനി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്ന അതിനർഹതയുള്ള പ്രേക്ഷകരും വായനക്കാരും ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഈ ജനത അർഹിക്കുന്നുണ്ടോ? ഈ ജനത, ഈ മാധ്യമപ്രവർത്തകരോ വാർത്താ അവതാരകരോ അതിൻ്റെ ഉടമകളോ അതിൻ്റെ സാരഥികളോ അല്ല. ഈ ജനത, ആ ജനതയ്ക്കകത്ത് പ്രേക്ഷകർ എന്ന് നമ്മൾ അതിനെ ഉദ്ധരണിക്കകത്തിട്ട് പറയുന്നു, വായനക്കാർ എന്ന് അതിനെ ഉദ്ധരണിക്കകത്തിട്ട് പറയുന്നു. ആ ജനത ഈ പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് അർഹരാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇക്കാലത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഒന്നും ആരിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് കിട്ടിയത് കണ്ടിരിക്കാം എന്ന് റിമോട്ടുകൾ പോലും മാറ്റാതെ റീലുകളിൽ എന്ന പോലെ വാർത്തകളായി നടിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്കെന്ന വണ്ണം നിസ്സംഗരായിട്ട് കണ്ടങ്ങിരിക്കും ജനം ആയിട്ട് മാറുന്നവരാണോ ടാം റേറ്റിങ്ങിന് ബലിയാടുകളായി നിന്ന് കൊടുക്കുന്ന പ്രേക്ഷകർ, അല്ലെങ്കിൽ സർക്കുലേഷന് ബലിയാടുകളായി നിന്ന് കൊടുക്കുന്ന വായനക്കാർ എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നു. കാരണം ഇതേ പ്രേക്ഷകരിലെയും ഇതേ വായനക്കാരിലെയും റേറ്റിംഗ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭൂരിപക്ഷമാണ് മാധ്യമങ്ങളെ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം എന്നിങ്ങനെയുള്ള അളവുകോലുകൾ കൊണ്ട് അളന്ന് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സ്വതന്ത്രമല്ലാത്ത മാധ്യമങ്ങൾ ഉള്ളടക്കത്തിലും അവതരണത്തിലും മാത്രമല്ല സ്ഥാപനത്തിൻ്റെ സാരഥികളുടെ നൈതികതയുടെ കാര്യത്തിൽ പോലും ഇപ്പോൾ മത, കക്ഷി, രാഷ്ട്രീയ, സാമുദായികമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും ഉൾപ്പെട്ടിട്ടുള്ള ടെലിവിഷൻ ചാനലുകളാണ് ദേശീയ തലത്തിൽ തന്നെയുള്ള പലതരം ചാനലുകൾ. അത്തരം ചാനലുകളുടെയൊക്കെ പരിപാടികൾ ഈ പറയുന്ന പോലെ അതുപോലും ടാം റേറ്റിംഗിൽ മുൻഗണന കൊടുത്ത് 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ഒക്കെ നിലനിർത്തുന്ന പ്രേക്ഷക സമൂഹം ഈ പറയുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടും വരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സൂചിപ്പിച്ചത് റേറ്റിങ്ങിനെയോ അതിൻ്റെ അളവുകോലുകളെയോ ഞാൻ വിമർശിക്കുന്നു എന്ന അർത്ഥത്തിലില്ല. ഞാനതിനെ വിമർശിക്കുകയല്ല, മറിച്ച് ടാം റേറ്റിംഗ് എന്ന് പറയുന്നത് മെച്ചപ്പെടുത്താൻ എന്ത് തോന്നിയവാസവും ചെയ്യുകയാണ് ചാനലുകൾ എന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ കുറ്റപ്പെടുത്തലിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം മീഡിയയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ പോലും മീഡിയയുടെ എക്കണോമിക്സ് എന്താണ് എന്ന് അറിയാതെ പ്രതികരിക്കുന്ന ചിലരും അതേക്കുറിച്ച് ഒട്ടും അറിവില്ലാതെ നിരീക്ഷകരായിട്ട് ഭാവിക്കുന്ന ചിലരുമാണ് ഈ റേറ്റിങ്ങിനെയൊക്കെ ഈ പറയുന്ന രീതിയിൽ ചാനലുകൾ ചെയ്യുന്ന തോന്നിയവാസം എന്ന നിലയ്ക്ക് വിമർശിക്കുന്നത്. കാരണം ആ ടാം റേറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ അതിന് മുന്നും ഇപ്പോഴും പ്രിന്റ് മീഡിയയുടെ സർക്കുലേഷന് വേണ്ടിയിട്ടാണല്ലോ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതുന്നതൊക്കെ അത് കാണപ്പെടുന്നതിനും വായിക്കപ്പെടുന്നതിനും വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാ ടെലിവിഷൻ റിപ്പോർട്ടർമാർക്കും എല്ലാ വാർത്താ അവതാരകർക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് കാണണമെന്നും അവർ അവതരിപ്പിക്കുന്ന വാർത്താ പ്രേക്ഷകർ കാണണമെന്നുമുള്ള ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയുള്ള അഭിനിവേശമുണ്ട്, അതിനു വേണ്ടിയുള്ള പ്രൊഫഷണലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിപ്പോൾ ബാർക്കാവട്ടെ, ടാം ആവട്ടെ, അല്ലെങ്കിൽ ABC ആവട്ടെ, ഇന്ത്യൻ റീഡർഷിപ്പ് സർവേ ആകട്ടെ, ഏതുമാവട്ടെ, ഇതിൽ ആ മാധ്യമത്തിൻ്റെ നിലനിൽപ്പിന് സഹായകരമായിട്ടുള്ള രീതിയിൽ അഡ്വർടൈസിങ് തലത്തിലേക്ക് പോകുന്നതിനും ഒക്കെ ഉള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന അളവുകോല് കൊണ്ടാണ്. അതിലൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ലാഭമില്ലാതെ ഒരു കാരണവശാലും ഒരു മീഡിയയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. ലാഭം ആവശ്യമുണ്ട്.
അങ്ങനെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിനെ ടാം റേറ്റിംഗിലെ പ്രകടന മികവിലൂടെ അല്ലാതെ അതിജീവിക്കാനും കഴിയുകയില്ല. ശമ്പളം കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ വലിയൊരു പ്രതിസന്ധിയായിട്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മുന്നിൽ ഓരോ മാസവും ഒരു വാളായിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സ്വതന്ത്ര മാധ്യമം എന്ന് അവകാശപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളും അത്ര സ്വതന്ത്രമൊന്നുമല്ല എന്ന് പറയുന്നതിൽ ലജ്ജയുടെയോ നാണക്കേടിൻ്റെയോ ഒരു അംശവും വേണ്ടതില്ല. മാത്രമല്ല, അങ്ങനെ അവകാശപ്പെടുന്ന പലതും ഫണ്ടഡ് ആണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യവുമാണല്ലോ. ഇപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ട്രസ്റ്റുകളാണ് ഞങ്ങൾക്ക് പണം തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ സ്വതന്ത്രമായ ട്രസ്റ്റുകൾക്കൊക്കെ പണം കൊടുക്കുന്നതിൻ്റെ പിറകിലും കോർപ്പറേറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ടാം റേറ്റിംഗ് അങ്ങനെ വെറുതെ അങ്ങനെ പൊങ്ങിയില്ലല്ലോ. അങ്ങനെയാണ് ഈ ടാം റേറ്റിംഗ് പൊങ്ങുന്നത്. അത് ആളുകൾ കണ്ടിട്ടാണല്ലോ ആ ഒരു ഉദാഹരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് അവർ അർഹിക്കുന്ന മീഡിയ തന്നെയാണ് ലഭിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരമായിട്ട് വരുന്നത്. പലറി വിളിക്കുക, തഗ് പറയുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അതിനർഹരായിട്ടുള്ള അത് ആവശ്യപ്പെടുന്ന ഒരു പ്രേക്ഷക സമൂഹം, വായനാ സമൂഹം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അതൊരു ഭൂരിപക്ഷ സമൂഹമായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അലറി വിളിക്കുന്നതിനെ സ്വീകരിക്കുന്ന റിസീവിങ് എൻഡിലുള്ള ഒരു പ്രേക്ഷക സമൂഹമാണ് ഉള്ളത്. അപ്പം വാസ്തവത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യം എപ്പോഴൊക്കെ ശക്തിമത്തായിട്ടിരുന്നിട്ടുണ്ടോ, ഡെമോക്രസി എപ്പോഴൊക്കെ വളരെ ശക്തിമത്തായിട്ടിരുന്നിട്ടുണ്ടോ, ആ സമയത്തൊക്കെ മാധ്യമങ്ങളും ശക്തമായിട്ടിരുന്നുണ്ട്. സാധാരണ പറയാറുള്ളത് മാധ്യമങ്ങൾ ഒരു നാലാം ഗോപുരമായിട്ട്, നാലാം ചുമരായിട്ടൊക്കെ മാറുമ്പോഴാണ് ഡെമോക്രസി ശക്തമാവുന്നത്. അതൊരു വ്യാജമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് ഡെമോക്രസി, ജനാധിപത്യം എപ്പോഴൊക്കെയാണോ ഫോഴ്സ്ഫുള്ളായിട്ട് ഇരുന്നിട്ടുള്ളത്, ആ സമയത്താണ് മീഡിയ അതിന് സമാന്തരമായിട്ട് ശക്തിമത്താവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ അത് ആയിരുന്നത് 2014 വരെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഇത് സംഭവിച്ചിട്ടില്ല. ഏറ്റവും ശക്തിമത്തായിട്ട് സംഭവിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള 1978 ഈ പറയുന്ന ഡെമോക്രസി ശക്തിമത്തായപ്പോൾ അതിന് സമാന്തരമായിട്ട് മീഡിയയും ശക്തിമത്താവുകയും ഒരർത്ഥത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ശക്തിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ നക്സലൈറ്റ് കാലഘട്ടത്തെക്കുറിച്ച് കെ അജിത പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു റൊമാൻറ്റിക് റവല്യൂഷണറി ഡ്രീം ആയിരുന്നുവെന്ന്, ഒരു വിപ്ലവ കാൽപ്പനിക സ്വപ്നമായിരുന്നുവെന്ന്. അതേപോലെ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് മാത്രമായിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെമിനാറിൽ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമായിട്ട് മാറേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നതിലെ സ്വതന്ത്ര എന്ന വാക്കിനെ മാറ്റി നിർത്താം. ബാക്കിയുള്ള മാധ്യമ പ്രവർത്തനം, ആ വാക്കിൽ തന്നെയും വലിയ പ്രതിസന്ധികൾ ഒളിഞ്ഞിരിക്കുന്നില്ലേ? അപ്പോൾ മാധ്യമ പ്രവർത്തനം, പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണോ? അല്ല എന്നാണ് എനിക്ക് പലപ്പോഴും ഉത്തരം കിട്ടിയിട്ടുള്ളത്. കാരണം പ്രവർത്തനത്തിൻ്റെ അകത്ത് ഒരു ആക്ടിവിസം ഉണ്ട്, ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ആ പ്രവർത്തകനിൽ നാം ആരോപിക്കുകയോ അധ്യാരോപിക്കുകയോ ചെയ്യുന്ന ചില സവിശേഷതകളുണ്ട്. ഒരു സമൂഹത്തിന് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ആക്ടിവിസം. നമ്മുടെ ഇക്കാലത്ത് നാം മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്നവർ ആ അർത്ഥത്തിലുള്ള പ്രവർത്തകർ എന്ന് വിളിക്ക് അർഹരാണോ? അവരിൽ 95% ഞാൻ ഉൾപ്പെടെ മാധ്യമ ജീവനക്കാർ മാത്രമല്ലേ? അതിന് പല വകതിരിവുകളുണ്ടാവും. വാർത്താ അവതാരകരാവട്ടെ, റിപ്പോർട്ടറാവട്ടെ, ന്യൂസ് എഡിറ്റേഴ്സ് ആവട്ടെ, ആരുമാവട്ടെ, അവർ മാധ്യമ പ്രവർത്തകർ എന്നുള്ള സവിശേഷ അഭിസംബോധനയ്ക്ക് അർഹരാണോ? അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ആ ആക്ടിവിസം എന്നുള്ള വാക്കിന് ഉപോത്ബലകമായിട്ടുള്ള പ്രവർത്തനം അതിനകത്തുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് ഞാൻ ഈ സെമിനാറിൻ്റെ മുന്നിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പശ്ചാത്തലത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം പിന്നെ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നേക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്, കോർപ്പറേറ്റ് മീഡിയയിലല്ല, ജനങ്ങൾ ഇടപെടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലാണ് എന്ന് പറയും. പക്ഷേ ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു 9 വർഷത്തിലധികമായിട്ട് അതാത് രാജ്യങ്ങളിലെ നിലവിലിരിക്കുന്ന അധികാര ഭരണകൂടങ്ങളെ വിമർശിക്കുന്ന ഉള്ളടക്കങ്ങളെ ടെലിവിഷൻ, ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ ടൈം ലൈനുകളിൽ നിന്ന് ഒക്കെ അതിൽ നിന്ന് ഒഴിവാക്കാൻ, എത്തിക്കാതിരിക്കാൻ ഗൂഗിളും മെറ്റയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം അത്തരം ഉള്ളടക്കങ്ങൾക്ക് വ്യൂസ് കിട്ടാതിരിക്കാൻ പാകത്തിന് തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ് അവയുടെ സ്വയം സേവക, സ്വയം നിയന്ത്രിത
യാന്ത്രിക സംവിധാനം അഥവാ ഓട്ടോ മെക്കാനിസം. ഞാൻ ആ ഓട്ടോ മെക്കാനിസത്തിനെ മലയാളീകരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. സ്വയം സേവക, സ്വയം നിയന്ത്രിത യാന്ത്രിക സംവിധാനം എന്നുള്ള നിലയ്ക്ക് അതിനെ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് സാധ്യതകളില്ല. ജനകീയമായ ഒരു വിപ്ലവം ഡിജിറ്റലൈസേഷനോടുകൂടി വരുന്നുവെന്ന് അഭിരമിച്ച് പറഞ്ഞിരുന്നവരൊക്കെ ഇപ്പോൾ പിൻവാങ്ങുന്നു. അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ നമ്മുടെ ടൈം ലൈനുകളിലേക്ക് പ്രദർശിപ്പിക്കാതെ എത്തിക്കാതെ ഒഴിവാക്കി വിടുന്നു. ഓരോ മാധ്യമ സ്ഥാപനത്തിനും അതിൽ മുതൽ മുടക്കിയിരിക്കുന്നവരുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, സാമുദായികവും വാണിജ്യപരവുമായിട്ടുള്ള താല്പര്യങ്ങൾ, നിശ്ചിത താല്പര്യങ്ങൾ, അതൊക്കെ ഉള്ളിടത്തോളം കാലം അവയ്ക്ക് ചേരുന്നവരെ മാത്രം ജീവനക്കാരായിട്ട് എടുക്കുകയും അവയ്ക്ക് ചേരാത്തവർ എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നവരെ കൂടി ചേർത്ത് വാക്കുകളുടെ കളിമല്ല യുദ്ധം നടത്തുന്ന പ്രവണതയെ ആകാംക്ഷാനിർഭരമായൊരു ത്രില്ലർ ചിത്രം പോലെ കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉള്ളിടത്തോളം കാലം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന സങ്കല്പം വളരെ വേഗം ചുരുങ്ങുന്ന, പരിഹസിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉട്ടോപ്യ ആയി മാറുമോ? അതോ ഈ പറഞ്ഞ സാമുദായിക, രാഷ്ട്രീയ, വാണിജ്യ, ക്രിമിനൽ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് നിത്യേന അത്തരം കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് തന്നെ വല്ലപ്പോഴും ചില ആദിവാസി സൈഡ് സ്റ്റോറികളോ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത അന്വേഷണാത്മകമെന്ന് പ്രതി സൃഷ്ടിക്കുന്ന റിപ്പോർട്ടുകളോ ചെയ്ത് അവയുടെ പേരിൽ മാത്രം കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്നൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ചെയ്തു എന്ന് നെടുവീർപ്പിട്ട് ഉറങ്ങാൻ കിടക്കുന്നതാണോ ഇക്കാല മാധ്യമ ജീവിതത്തിൻ്റെ തൃപ്തി എന്ന് പറയുന്നത്? രാഷ്ട്രീയവും അജണ്ടകളുമൊക്കെ മാറ്റി നിർത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്ന, ഇന്ദ്രപ്രസ്ഥത്തിൽ തമ്പടിച്ചിരിക്കുന്ന നമ്മുടെ മലയാളികൾ കൂടിയായ എത്രയെങ്കിലും മാധ്യമ ജീവനക്കാർ ചെയ്യേണ്ടിയിരുന്ന അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം അവരാരും ചെയ്യാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സ്വന്തം നിലയ്ക്ക് വോട്ട് ചെയ്തി എന്ന ടാഗ് ലൈനുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നത് എന്ന ചോദ്യം ഉയർന്നാൽ എങ്ങനെയാണ് നടപ്പ് മാധ്യമ പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുക? അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത് എന്ന് കരുതപ്പെടുന്ന അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയും ഒരു രാഷ്ട്രീയ നേതാവ് കഠിനാധ്വാനം ചെയ്ത് അത് സവിശേഷമായൊരു ഡെമോൺസ്ട്രേറ്റീവ് വാർത്താ സമ്മേളനമായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൻ്റെ വാസ്തവത്തിൽ എന്തായിരിക്കണം യഥാർത്ഥവും ധീരവുമായിട്ടുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് അവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന മാധ്യമ ജീവനക്കാർക്കും അതിനുശേഷം അത് ബ്രേക്കിംഗ് ന്യൂസായി ലൈവ് കൊടുക്കാൻ കാത്തിരിക്കുന്ന ന്യൂസ് ഡെസ്കുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? സിംഹം ഇര തേടിയതിനു ശേഷം ഹയനകൾ അതിൻ്റെ അവശിഷ്ടം തിന്നാൻ വരുന്നത് പോലെ രാഹുൽ ഗാന്ധിയിൽ നിന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന് ആരോപിച്ച് മാധ്യമങ്ങൾ പരസ്പരം കേസ് കൊടുക്കുകയും ചെളിവാരി എറിയുകയും ചെയ്യുന്ന ഒരു കാലത്ത് വാർത്തയുടെ വിശ്വാസ്യത എന്നത് കാലാകാലത്ത് ചാനലുകൾ തുടങ്ങുമ്പോഴും അതാത് ചാനലുകളുടെ വാർഷിക വേളകളിലും പരസ്യം ചെയ്യുമ്പോൾ, പ്രൊമോ ചെയ്യുമ്പോൾ മാത്രം നൽകാനുള്ള ഒന്നാണ് എന്ന് ആണ്ടുനേർച്ച കണക്ക് കാലത്ത് ചെയ്യുന്നത് പോലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നതും ഒരു അനുഷ്ഠാനം മാത്രമാണോ എന്നുള്ള ആത്മവിമർശനവും ഇതിൽ മുന്നോട്ട് ചേരുന്നു. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ഹാൻഡിലുകളെക്കുറിച്ച് ഇനിയും അറിയാത്ത, നമ്മുടെയൊന്നും ടൈം ലൈനുകളിൽ ഇനിയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത, നമ്മുടെ വ്യൂസിലും റേറ്റിംഗിലും ഒരു കാരണവശാലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഇന്ത്യയിലെ അതിദരിദ്രരുടെയും ആദിവാസികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഓരം ചേർക്കപ്പെട്ടവരുടെയും ജീവിതങ്ങളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ജീവശ്വാസവുമായിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി പോരാടുന്ന അപൂർവം ചില സമാന്തര പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അവർ വിഡ്ഢികൾ, വാർത്ത കൊണ്ട് ബിസിനസ് നടത്താൻ അറിയാത്തവർ, വാർത്ത കൊണ്ട് അധികാരത്തിലെത്താൻ കഴിയാത്തവർ, വാർത്ത കൊണ്ട് പിണിയാളുകളാകാൻ പറ്റാത്തവർ എന്ന് പരിഹസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സുഖകരമായ അസ്വാതന്ത്ര്യത്തിൻ്റെ വിധേയ മാധ്യമ പ്രവർത്തനത്തിലേക്ക് ക്യാമറ ചലിപ്പിക്കാം എന്ന് പറയുകയാണോ വേണ്ടത്? കറേജിയസ്, ലിബറൽ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ സ്വതന്ത്രം, ധീരം, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണ പദങ്ങളെക്കാളും കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന മാധ്യമം ഏതാണ് എന്ന് നമുക്ക് വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാറിൽ മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഗിയറും ക്യാമറയും തിരിച്ചുവിടുകയാണ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാധ്യമമായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ? അതാത് കാലത്ത് നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങളോട് എതിർക്കുന്ന നിത്യപ്രതിപക്ഷമായിരിക്കുന്ന മാധ്യമം ആകുമ്പോഴാണ് വാസ്തവത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ പ്രതിപക്ഷമല്ല, മറിച്ച് വൈലോപ്പിള്ളി കവിതയിൽ പറയുന്നുണ്ട്, ഞാൻ എന്നും ഒരു നിത്യ സവർണ പ്രതിപക്ഷം എന്ന്. അതേപോലെ മാധ്യമങ്ങൾക്ക് നിരന്തരമായ ചോദ്യങ്ങൾ, ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും വേണ്ട, ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഹൂ ഈസ് ക്വസ്റ്റ്യനിങ് എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആണോ നടത്തുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ ഈ സെമിനാറിൽ നിന്ന് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് ഒരേ സ്ഥാപനത്തിൽ ഒരുമിച്ച് മാധ്യമപ്രവർത്തനം തുടങ്ങിയ വ്യക്തികളാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള രാജീവ് ദേവരാജ്. അതിനു മുമ്പേ രാജീവ് തുടങ്ങിയിരുന്നു. മാതൃഭൂമിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് രാജീവ് ദേവരാജിന് ആ നിലയ്ക്ക് മാത്രമല്ല, ഇത്രയും കാലത്തെ 1/4 നൂറ്റാണ്ടിലധികം നീണ്ട മാധ്യമ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സവിശേഷമായും സമഗ്രമായും സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രാജീവ് ദേവരാജിനെ ക്ഷണിക്കുന്നു.